സന്തോഷം എന്ന് പറയുന്നത് ലഭിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അനുഭൂതിക്കാണ് എന്തെന്ന് പറയുന്നത്. സന്തോഷം. ജോലി കിട്ടിയപ്പോൾ എന്തായിരുന്നു? സന്തോഷം അല്ലേ? അല്ലേ? ജോലി കിട്ടിയപ്പോൾ സന്തോഷം. ലഭിക്കുമ്പോൾ മാത്രം ഉണ്ടാകും അനുഭൂതിക്കാണ് എന്തെന്ന് പറയുന്നത്. സന്തോഷം. സന്തോഷം ലഭിക്കുമ്പോൾ മാത്രം. ഈ സന്തോഷത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ലഭിക്കുമ്പോൾ മാത്രമാണ്. വിവാഹം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന എന്തായിരുന്നു? വിവാഹം കഴിച്ച നാളുകളിൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു? വിവാഹം കഴിച്ചപ്പോൾ ആന്റി നമുക്ക് അന്നുണ്ടായിരുന്ന അനുഭവം എന്താ? സന്തോഷം അല്ലേ? കറക്റ്റ്. ചോദിക്കട്ടെ, അന്നത്തെ സന്തോഷം ഇന്നുണ്ടോ? കണ്ടോ, അത് കണ്ണടക്കിയില്ല. ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ടോ? ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ടോന്ന്? ഉണ്ട്. അതാ ഞെളിവിരി കൊള്ളുന്നു. കേട്ടില്ല. ഉണ്ടുണ്ട്. ഉണ്ടോ? അന്ന് നിങ്ങൾ നവദമ്പതികളെ കണ്ടോ? ഒരു ബസ്സിലേ കയറുള്ളൂ, ഒരു സീറ്റിലേ ഇരിക്കുള്ളൂ. ഇരിക്കുമ്പോൾ പോലും ചെറുക്കൻ തോളേക്കൂടെ കൈയിട്ട് അവള് പകുതി ഇവന്റെ മടിയിലായിരിക്കും ഇരിക്കുന്നത്. ഞാൻ ഈയിടെ എറണാകുളത്തിന് പോയി, 2 നവദമ്പതികൾ എന്റെ തൊട്ടു മുമ്പിലത്തെ സീറ്റിൽ കുട്ടി ഒരുമി കെട്ടിപ്പിടിച്ചിരിക്കുക. ആ തൃപ്പൂണിത്തറയിൽ ചെന്നപ്പോൾ ഇടിയും പറ്റും, മഴ. എല്ലാവരും ഷട്ടർ ഇട്ടു, ഇവരിട്ടിട്ടില്ല. കാരണം മഴ പെയ്യുന്നൊന്നും അവര് അറിയുന്നില്ല. നനയുന്നാരാത്രി കുറയിക്കണില്ല. 2-3 തവണ ഞാൻ ഓർത്ത ഷട്ടർ ഇടാൻ പറഞ്ഞാലോ. പിന്നെ ഞാൻ ഓർത്ത് 6 മാസം അല്ലേ ഉള്ളൂ ഈ പരിപാടി. 6 മാസം കഴിഞ്ഞ് ഒരു സീറ്റ് ഇരിക്കുമോ? ഞാനെന്നും കാണും. സന്തോഷത്തിന്റെ പ്രത്യേകത ഇതാണ്. അന്നുള്ള സന്തോഷം ഇന്നില്ല സഹോദര. അതിന് അർത്ഥം എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവര്, സന്തോഷത്തിന്റെ പ്രത്യേകത അതാണ്. ലഭിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അനുഭൂതിക്ക് പറയുന്ന പേരാണ് സന്തോഷം. അപ്പോഴെന്താണ് ആനന്ദം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ യൂറോപ്പിലൊക്കെ പോയി ധ്യാനിപ്പിക്കുന്നതാണ്. ഇവിടുന്ന് ഫ്ലൈറ്റ് ജോലി കിട്ടി പോകുമ്പോൾ എന്തൊരു സന്തോഷം വന്നു. അവിടെ ചെല്ലണം. നമ്മൾ ഓർക്കും ഇപ്പൊ അമേരിക്കയിൽ പോകും, നമ്മൾ ഓർക്കുന്ന രക്ഷപ്പെടുത്താൻ സന്തോഷം. അന്ന് പ്രിയപ്പെട്ടത് ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. സന്തോഷം എന്ന് പറയുന്നതിനായി നിമിഷ നേരത്തേക്ക് താൽക്കാലികമാണ്. അപ്പോൾ നമുക്കുള്ളത് സന്തോഷമാണ്, ഇത് കറക്റ്റാണ്. അപ്പോഴെന്താണ് ആനന്ദം? ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ തിരുവചനം. ഹബക്കൂക്ക് 3:17 കിട്ടിയോ? ഹബക്കൂക്ക് 3:17. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. അതോ പ്രവാചകൻ പറയാ, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും വയലുകളിൽ ധ്യാനം വിളയുന്നില്ലെങ്കിലും ആറ്റിൻകൂട്ടമാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് എന്താ? പ്രിയപ്പെട്ടവരെ, ലഭിക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതിക്കാണ് സന്തോഷം. അപ്പോഴെന്താണ് ആനന്ദം? ലഭിക്കാത്തപ്പോഴും, അത്യവൃക്ഷം പൂക്കാത്തപ്പോഴും ഇവിടെ തിരിച്ചറിവുണ്ടാകേണ്ടത്. അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ തകരുമ്പോഴും, ജീവിതത്തിൽ രോഗം വരുമ്പോഴും, എന്താണ് ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആത്മീയമായ നിറവിനും ഉണർവിനും പറയുന്ന പേരാണ്. അങ്ങനെ ഒരു നിറവുണ്ടെങ്കിൽ അതിന് പരിശുദ്ധ അമ്മ പറഞ്ഞത്, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടെ എല്ലാവരും മുഖത്തൊരു നിസ്സംഗതയാണ്. ഇവിടെ ഉദ്ദേശിച്ചത് ഞാൻ പറയുന്നത് അത് കുഞ്ഞും മക്കളും ഒരു രൂപത്തിൽ എന്താ ഇതിന് കാരണം അറിയോ? ഉള്ളിൽ ഈ ഉറവ ഇതില്ല, ഈ ആനന്ദമില്ല. ഇതിന്റെ പ്രവാചകൻ പറയാണ്, കർത്താവായ ദൈവമാണ് എന്റെ ബലം. ആരാണ് ബലം? കർത്താവായ ദൈവമാണ് എന്റെ ബലം. അപ്പൊ ഈ ആനന്ദം ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആര് ബലമാകണം? കർത്താവ് ബലമാകണം. അപ്പൊ റബ്ബറിന്റെ ബല പോയപ്പോഴ് നമ്മുടെ മുഖം പാടാൻ കാരണം അറിയോ? നമ്മുടെ ബലം ഏതാണ്? റബ്ബറാണ്. കറക്റ്റ്.
ചിലർക്ക് ബലം മക്കളാണ്. മക്കളാണ് എന്നോട് പറയാറുണ്ട്, അവരെ മക്കൾ അക്കരെ ചെന്നിട്ട് രക്ഷപ്പെട്ടിട്ട് വേണം കുടുംബം രക്ഷപ്പെടാൻ. ചിലർക്ക് എന്താണ് സ്വർണമാണ് ബലം, സ്വർണമാണ് ബലം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടത്, അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്, ചില കുഞ്ഞുങ്ങൾക്ക് രോഗം വന്ന് ക്യാൻസർ വന്ന് മരിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായത്, അവര് ഡോക്ടറാണ്, അമ്മ ഡോക്ടറാണ്, മകൻ ക്യാൻസർ വന്ന് മരിച്ചപ്പോഴെന്തെന്ന് അറിയോ, 2 ദിവസം കഴിയുമ്പോൾ അമ്മ ജീവിതം അവസാനം. കാരണം എന്താ പറയൂ, അവരുടെ ബലം അപ്പോഴെന്താ പറ്റിയെന്നറിയോ, എന്ത് എനിക്ക് ബലമാണോ ആ ബലം, ആ വസ്തുവിന് ബലം കുറയുമ്പോൾ എന്റെ മുഖം വാടും, ഞാൻ തകരാൻ പറ്റും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത്. അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ആനന്ദം വീടില്ലാത്തപ്പോഴും, ജോലി ഇല്ലാത്തപ്പോഴും, മക്കൾ ഒറ്റപ്പെടുത്തുമ്പോഴും, ഭാര്യ ഒറ്റപ്പെടുത്തുമ്പോഴും, പങ്കാളി കുറ്റപ്പെടുത്തുമ്പോഴും എന്റെ ഉള്ളിലുണ്ടാകേണ്ട ആത്മീയ നിറവിനും ഉണർവിനും പറയുന്ന പേരാണ്. പ്രിയപ്പെട്ടവരെ, ഈ 2 ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ഈ വിഷയത്തിൽ. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആത്മബലമുണ്ടോ, ഒരു നിറവുണ്ടോ? ആ നിറവ് നഷ്ടപ്പെട്ടാൽ അതിനർത്ഥം എന്താ പറയുക, അർത്ഥം കുറയില്ലത വേറെ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നോക്കി മാലാഖ പറഞ്ഞതെന്താ, ദൈവകൃപ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവൾ. ബക്കറ്റിൽ വെള്ളം ഉണ്ടെന്ന് പറയുന്നത് നിറഞ്ഞിരിക്കുന്ന വിചാരിച്ചു. അമ്മയുടെ ജീവിതത്തിൽ കൃപ നിറഞ്ഞവളാണ്. ഇവിടെവരെ ഇന്ന് പരിശോധിക്കുന്ന കാലമാണ്. നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, സ്വയം സ്വീകരിക്കുന്നുണ്ട്, പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, സന്ധ്യാപ്രാർത്ഥന ഒക്കെ ചെയ്യുന്നു. ദൈവ പൈതലായിട്ട് വളർത്തിക്കോളുന്നു, വിശ്വാസത്തിൽ വളർത്താമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിശ്വാസത്തിനുള്ള വളർച്ച നമ്മളിൽ ഉണ്ടോ? അതാണ് ഇവിടെയാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. അതുകൊണ്ട് സംഭവിച്ചെന്നറിയോ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2:13 വായിച്ചു. ജെറമ്യാ 2:13. എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. കേട്ടോണം. എന്താണ്? 1, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ കുഴിച്ചു. അപ്പൊ ദൈവത്തിന്റെ വേദന എന്താ? ദൈവം പറയാ, എന്റെ ജനം, ഞാൻ നിങ്ങളുമാണ്, 2 തിന്മ ചെയ്തു. എന്താണ് ആ തിന്മ എന്നാണ് പറയുന്നത്? 1, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. അപ്പൊ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോണം, ഉറവ എന്ന് പറയുന്നതാണ് ആനന്ദം. എന്നിട്ട് എന്താ പറഞ്ഞത്? ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ കുഴിച്ചു. പൊട്ടക്കിണർ എന്ന് പറയുന്നത് എന്താണ്? സന്തോഷം. സന്തോഷം. ഇന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ദൈവത്തിന്റെ വേദന അതാണ്. ജീവജലത്തിന് ഉറവ, ഉറവ എന്ന് പറയുന്നതാണ് ആനന്ദം. എന്ന് പറഞ്ഞാൽ അർത്ഥം, ഞാനൊരു അപ്പനാണ്, എനിക്ക് അച്ഛൻ 2 മക്കളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്. ശരിക്കും അപ്പനായ എന്റെ ഉള്ളിൽ എന്തുണ്ടാകണം? ഉറവയുണ്ടാകണം. ഇനി ശ്രദ്ധിച്ചോണം, ആ ഉറവയിൽ നിന്നും എന്റെ മക്കളും പങ്കാളിയും എന്തിനും കോരിക്കുടിക്കണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മയുടെ ഉള്ളിൽ എന്തുണ്ടാകണം? ഉറവയുണ്ടാകണം. എന്താ പ്രശ്നമെന്നറിയാവോ? ഇന്ന് ഉള്ളിൽ ഉറവയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ ദൈവത്തെ അറിയും. സഹോദരൻ പറഞ്ഞില്ല, ഉള്ളിൽ ഉറവ ആനന്ദം കൊണ്ട്. അതാണ് എന്റെ ചോദ്യം. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കള് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു. പള്ളിയിൽ പോടാൻ നമ്മൾ പറയുന്നുണ്ട്, പള്ളി വിടുന്നുണ്ട്. ഇനി ചോദിക്കട്ടെ, ആരായി ഉറവ? ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. നിങ്ങൾ എവിടെ ചെല്ലുമ്പോഴും ഒരു അനുഗ്രഹമായിട്ട് മാറണം. ദൈവം തന്നെയാണ് ഉറവ. ദൈവം തന്നെയാണ്. ആരാണ് ദൈവം? ദൈവം സങ്കീർത്തനം 139:16 എന്ന് വായിച്ചു. സങ്കീർത്തനം 139:16.
ആ സങ്കീർത്തകൻ പറയുകയാണ്, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അപ്പൊ എന്നെ ആദ്യം കണ്ടതാരാ? ദൈവം. എന്നാ കണ്ടത്? ആ രൂപം ലഭിക്കുന്നതിന് മുമ്പ് അല്ലേ? എന്റെ അപ്പനും അമ്മയും എന്നെ കണ്ടതെന്നാ? ഞാൻ ജനിച്ചതിന് ശേഷം. അപ്പൊ ഞാൻ എവിടെ നിന്ന് വന്ന ആളാ? ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നത്. ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നത്. ചോദിക്കട്ടെ, കൊച്ചുണ്ടായപ്പോ പറഞ്ഞോ നീ ദൈവത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞോ? കുഞ്ഞുണ്ടായപ്പോഴേ നമ്മൾ പറഞ്ഞോ ദൈവത്തിൽ നിന്നാണ് വന്നത്? ഇല്ല. കൊച്ചുണ്ടായപ്പോ കൊച്ചിനെ എടുത്തു പിടിച്ചേച്ച് എന്നാ പറഞ്ഞു? ദേ അപ്പൻ, ദേ അപ്പൻ. കൊച്ചു ഇതായിരുന്നു അപ്പൻ. പിന്നെ ഉണ്ടാകണ്ടായിരുന്നു. സത്യമല്ലേ? ഞാനിവിടെ മലബാറിലൊക്കെയാണ്. മലബാറിൽ പകല് ഭവന സന്ദർശനം. 100-600 വീട്ടുകാരുണ്ട്. അച്ഛനും ഞാനും കൂടെ കയറുന്നുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പം ഒരപ്പൻ കാലും കെട്ടിയിരിപ്പുണ്ട്. അച്ഛൻ അച്ഛാ, പാലായിന്ന് ഒന്നുമില്ലാതെ ഇവിടെ വന്നതാ. ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത് ആരാന്നറിയോ? ഞാൻ. ഇതിനെല്ലാം ഉടമസ്ഥനാരാണ്? അടുത്ത വാക്ക് കേൾക്കണം. 5 ഉണ്ട് അച്ഛാ, 5 മക്കളുണ്ട്. അതും ആരാണ്? അതുകൊണ്ടാണ് ചില മാതാപിതാക്കൾ പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ വളർത്തി. ശ്രദ്ധിച്ചോണം, ഞാൻ വളർത്തി, ഞാൻ കഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, മക്കള് നിങ്ങളുടേതല്ല. മക്കള് നിങ്ങളുടേതല്ല, നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടേതല്ല. അതുകൊണ്ടാണ് ഇവിടെ എനിക്കറിയില്ല, ഞങ്ങളുടെ പാലായിൽ ഇടുക്കിയിലൊക്കെ അമ്മമാര് മുട്ട അടവെക്കും. 10 മുട്ട വെക്കുമ്പം 2 മുട്ടയിൽ എന്തിടും? കുരിശ്. കൊച്ചു ചോദിക്കും, അമ്മ കുരിശിട്ട മുട്ട. അപ്പൊ അമ്മ എന്നെ പറയും? ഒന്നും പറയല്ലോ. ഇത് പള്ളിക്കുള്ളതാണ് പറയുന്നത്. പള്ളിക്കുന്നല്ല, ദൈവത്തിനുള്ളതെന്ന് പറയും. അതിന്റെ പേരാണ് എന്ത്? ആ മുട്ട വിരിഞ്ഞാൽ ആ കോഴിയുടെ പേരെന്താ? നേർച്ചക്കോഴി. അതൊക്കെ മറന്നു. നേർച്ചക്കോഴി. ഇപ്പൊ മുട്ടയും കോഴിയും ഉണ്ടോ? പണ്ടങ്ങനെയാണ് പ്രിയപ്പെട്ടവര്. ഞാൻ ഇടുക്കിക്കാരനാണ്. അപ്പച്ചൻ 3 തെങ്ങയില് കെട്ടിയിടും. 3 തെങ്ങയില് പള്ളിയിൽ എഴുതി കൊടുക്കും. കരുണാകരൻ ചേട്ടനാണ് ഈ തേങ്ങ ഇടുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും നല്ല തേങ്ങ ഉള്ള തെങ്ങാണ് കെട്ടുന്നത്. എന്നിട്ട് അത് ഈ കരുണാകരൻ ചേട്ടൻ അത് ഇറക്കുന്നത് വിശുദ്ധിയോടെയാണോ അത് ഇറക്കുന്നത്? അതേ തൊടിയല. അത് പറയും പള്ളി എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിനുള്ളത് എന്ത് കിട്ടിയാലും ആദ്യം നോക്കും. ഇതൊക്കെ അങ്ങനെയല്ലേ? 10 മക്കളുണ്ടെങ്കിൽ 2 പേര് അച്ഛന്മാര്, 2 പേര് സന്യാസി. ഇടുക്കിയിലൊരു അമ്മച്ചി, അമ്മച്ചി 16 പ്രസവിച്ചതാണ്. ശുദ്ധിയാണ് കേട്ടാ, 16 പ്രസവിച്ചത് അമ്മ. ഈ അമ്മച്ചിയുടെ 16-ാമത്തെ കൊച്ച് ശ്വാസകോശം ചുരുങ്ങിപ്പോയി. അന്നത്തെ കാലത്ത് പനി വന്നു പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ. എന്നിട്ട് ഇവിടം തുളച്ചു, കഴുത്തിന്റെ ഇവിടം തുളച്ചിട്ട് ജർമ്മനിയിൽ നിന്നൊരു യന്ത്രം കൊണ്ടുവന്നു, ഓക്സിജൻ കൊടുക്കുന്ന യന്ത്രം. എന്നിട്ട് കറണ്ട് കുത്തിയിട്ടാണ് ആ യന്ത്രം പ്രവർത്തിക്കുന്നത്. 17 വർഷം മകൻ കിടന്നു. 17 വർഷം ഒരു ഹോസ്പിറ്റലിൽ. എന്നിട്ട് ആ ആശുപത്രിക്കാരെ അത് വീട് പോലെ ആക്കി കൊടുത്തു. ഓർത്തു നോക്കി, അന്ന് എനിക്ക് കൂടി വന്നാലൊരു 20 വയസ്സ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും, ആഴ്ചയിൽ 1 പോകും. അവിടെ ചെല്ലുമ്പോൾ അമ്മച്ചിയുടെ ജപമാല കാണും, ഈ ചായക്ക് ഇട്ട് വരും. ഒരു സിനിമ സുഖമാണ്. അവിടെയായിരുന്നു ധ്യാനം, പിള്ളേരെ ധ്യാനിപ്പിക്കുന്ന ആളല്ലേ. അവിടെ ഉണ്ട്, സാവ്യോ എന്നാണ് അവന്റെ പേര്. ആ അമ്മച്ചിയുടെ മുഖത്തെ ഗ്രേസ് കാണുന്നത് മകന്റെ അടുത്ത് 17 വർഷം. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്, ഒരിക്കൽ പോലും ഈ അമ്മ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. സാവിയോ കിടക്കുന്നതാണ്, അതിന്റെ മുഖത്തേക്ക് നോക്കും, കയ്യൊക്കെ ഇങ്ങനെ പതുക്കാണ് പടം വരയ്ക്കും. സാവിയോയ്ക്ക് സിനിമ സുഖമാണ്. എന്റെ മുന്നിൽ ആ മുഖവും അമ്മയുടെ 16 പ്രസവിച്ച അമ്മ. ഈ മറ്റൊരു പ്രത്യേകത എന്താണെന്ന്, 16 മക്കളിൽ 6 അച്ഛന്മാർ. ഒരമ്മയുടെ വയറ്റിൽ 6 അച്ഛന്മാർ. നോക്കി, ചേട്ടനിയന്മാർ 6 അച്ഛന്മാർ, 4 സിസ്റ്റേഴ്സ്, 6 അച്ഛന്മാർ. ഒരു രൂപത തുടങ്ങാൻ അവർക്ക് വേണം. കാരണം 6 അച്ഛന്മാർ. ഇനി അതിലൊരു അച്ഛൻ ബിഷപ്പായി.
ആറാച്ചൻ. ഞാൻ എപ്പോഴും ഈ അമ്മ ശരിക്കും പരിശുദ്ധ അമ്മ തന്നെയാണ്. ദൂരെ സകലത്തിലൂടെ ഒരിക്കൽ പോലും അതിന് പരാതി കൃപയാണ്. ഇതോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്ത് കിട്ടിയാലും അതുകൊണ്ടാണ് നമ്മൾ പറയില്ല,